ചന്ദ്ര അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ കാലിയായി സദസ്സ്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അബ്ദുൽ അസീസ് മൗലവിയുടെ പ്രസംഗം തുടങ്ങിയ ഉടനെ മുഖ്യമന്ത്രിയും വേദി വിട്ടു. സ്വാഭാവികം. മന്ത്രിമാരായ ചിഞ്ചുറാണിയും KV ഗണേഷ് കുമാറും സംസാരിച്ചു. അതിനൊന്നും ഇല്ലേ? ഇടതു സ്ഥാനാർത്ഥി M മുകേഷിന്റെ ഭരണഘടനാ വായനയും കഴിഞ്ഞു. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. എന്ത് ത്യാഗം സഹിക്കും, പോരാട്ടം തുടരും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇതിനു മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമേയില്ല. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. നിശബ്ദരാകുകയുമില്ല. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. പ്രസംഗം കഴിഞ്ഞ ഉടനെ സദസ്സ് കാലി. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. അധ്യക്ഷൻ മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു നോക്കിയെങ്കിലും 90% കസേരയും കാലി. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. അബ്ദുൽ അസീസ് മൗലവിയുടെ പ്രസംഗം തുടങ്ങിയ ഉടനെ തന്നെ മുഖ്യമന്ത്രിയും മടങ്ങി. ഞാൻ പോകുന്നു. ബൈ. ന്യൂനപക്ഷങ്ങളുടെ ആകുലതകളുടെയും ആശങ്കകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ പൗരത്വ സംരക്ഷണ സദസ്സ് അവസാനിച്ചത് ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ. ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ